students, welcome back to my channel Fin Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിലെ 8th ചാപ്റ്റർ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിലെ എക്സസൈസ് 8.3 ക്വസ്റ്റ്യൻ നമ്പർ 1 CDE. ഓക്കെ, ആ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെലൈക്കൻ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 62,500 for 1.5 years at 8% per annum compounded half yearly. അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ഫൈൻഡ് ദ എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ. നമ്മളെടുത്ത് എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് നമുക്ക് പ്രിൻസിപ്പലും നമ്മുടെ ടൈമും നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എല്ലാം തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ചെറിയ മാറ്റമുണ്ട്. എന്താണ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ് തന്നിരിക്കുന്നത്. നേരത്തെയുള്ള 2 ക്വസ്റ്റ്യനിൽ നമുക്ക് കോമ്പൗണ്ടഡ് ആനുവലി എന്നായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ് അല്ലേ. ഹാഫ് ഇയർ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടോളെന്ന് അറിയാമോ? കൂടുതൽ നിങ്ങൾ ചിന്തിച്ചു പോകാനൊന്നും നിൽക്കേണ്ട കേട്ടോ. അതെ, ഈ ഒരു സംഭവം അങ്ങ് ചെയ്തു വെച്ചാൽ മതി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താക്കി എടുക്കണം? ഹാഫ് ആക്കി എടുക്കണം. നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ അതിന്റെ പകുതി. ഇനി നമ്മുടെ ടൈം ഉണ്ടല്ലോ, അതായത് എത്ര വർഷമാണ് തന്നിരിക്കുന്നത്, അതെന്ത് ചെയ്തേക്കണം? നമ്മൾ നേരെ അങ്ങ് ഡബിൾ എടുത്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ ഇപ്പം? അപ്പം നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട, ഞാൻ ഒത്തിരി പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഇത്ര മാത്രം വിചാരിക്കുക. നമുക്ക് ഇങ്ങനെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക? റേറ്റ് അങ്ങ് ഹാഫ് ആക്കുക, ടൈമിനെ അങ്ങ് ഡബിൾ ആക്കുക. ഇത്രയും അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സൈഡിൽ ഇതൊന്ന് വരച്ചിട്ടോളൂ. ഓക്കെ, അപ്പോൾ എക്സാം ടൈമിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിടണം കേട്ടോ. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി അവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുമെന്നറിയാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു ₹62,500 എന്ന് എഴുതി. അടുത്തത് ടൈം എന്ന് പറയുന്നത് 1.5 ഇയേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് തിരുത്തിയിട്ട് ഈ ടൈമിന് ഞാൻ പറഞ്ഞു ഡബിൾ ആക്കി എടുക്കണമെന്ന്. ഓക്കെ, ഡബിൾ ആക്കി എടുക്കാന്ന് വെച്ചാൽ നേരെ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ 1.5 + 1.5 ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, നമുക്കിപ്പോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 1.5നെ നമുക്കൊന്ന് ഇതിപ്പോ മിക്സഡി കിടക്കുക, കറക്റ്റ് ഫ്രാക്ഷനിലോട്ട് ആക്കി ഒന്ന് എഴുതാം. അപ്പൊ 2 1s are 2 + 1 3. അപ്പൊ 3/2 ഇൻറ്റു ഡബിൾ ആക്കുമ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? 3 years. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് എഴുതിയിട്ടു എന്ന് വെച്ചോ. നിങ്ങൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഇവിടെ 2 ഒക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് സംഭവം എന്ന് അറിഞ്ഞൂടാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈഡിൽ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഫ് ആണ്, ടൈം ഡബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഞാൻ പറയണ കുട്ടി ചെയ്യണേ. അപ്പൊ ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്ത് എഴുതാം. അത് എത്രയാണ്? 8%. ഞാൻ പറഞ്ഞു തന്നു കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിട്ട് മാറും? അതിന്റെ പകുതിയായിട്ട്. അപ്പൊ 8%ന്റെ പകുതി എത്രയാണ്? 4%. അത് ഇനി എനിക്ക് കിട്ടിയത് 8%ന്റെ പകുതി 4 എന്ന്. ഡൗട്ട് വേണ്ട. പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ കിട്ടിയത്? 4%. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ? നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയെ അറിയാം. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഹാഫ് എടുക്കണം, ടൈം തന്നിരിക്കുന്നതിന്റെ ഡബിൾ ആയിട്ട് വേണം എടുക്കാനായിട്ട്. മറന്നു പോവില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തന്നു എമൗണ്ടിന്റെ ഫോർമുലയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമുക്കൊന്ന് പറയാം എന്താണ് എമൗണ്ടിന്റെ ഫോർമുലയെന്ന്. എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 raised to n.
അപ്പൊ മറന്നു പോവില്ലേ? അതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ, എമൗണ്ട് എ മൈനസ് പ്രിൻസിപ്പൽ പി. അപ്പൊ എ മൈനസ് പി. അപ്പൊ മറന്നു പോവില്ലേ? ഞാൻ എടുത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് തരുന്നത് എന്നോടൊപ്പം നിങ്ങൾ കാണാതെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ഫോർമുലാസും കൂടി നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പയ്യെ ഇതങ്ങോട്ടങ്ങ് ചെയ്യാം. അപ്പൊ എമൗണ്ടിന്റെ ഫോർമുല എന്താ ഞാൻ പറഞ്ഞു തന്നത്? എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റൈസ് ടു എൻ. അപ്പൊ നമുക്ക് എഴുതാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റൈസ് ടു എൻ. എന്ന് വെച്ചാൽ ഇവിടെ പി എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ, ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എൻ എന്ന് വെച്ചാൽ ടൈം അല്ലേ? അപ്പൊ നമുക്ക് പി എത്രയായിരുന്നു? 62500 ഇൻറ്റു 1 പ്ലസ് റേറ്റ് എത്രയായിരുന്നു? 4% അല്ലേ? അപ്പൊ 4/100. നമ്മുടെ ടൈം എത്രയായിരുന്നു? 3 years. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി നമുക്ക് പയ്യെ ഇതങ്ങോട്ടങ്ങ് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി പയ്യെ നമുക്ക് എങ്ങനെ എഴുതാം? 62,500 ഇൻറ്റു, ഇനിയിപ്പോ ഇത് 1 പ്ലസ് 4 എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. ഇവിടെ 1 എന്ന് വെച്ചാൽ അടിയിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് കാണണം? LCM കാണണം. 1ന്റെ 100ന്റെ LCM എന്താണ്? 100. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിനെ 100ലോട്ട് മാറ്റണം അല്ലേ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട്. അതേപോലെ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ. അപ്പൊ 1 ഇൻറ്റു 100 എന്താ കിട്ടുന്നത്? 100 പ്ലസ് എന്താണ് ഇവിടെ ഉള്ളത്? 4 ബൈ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഒറ്റ ആയിട്ട് എടുത്തങ്ങ് എഴുതാം. ഓക്കെ, റൈസ് ടു 3. ഇനി എങ്ങനെ എഴുതാം നമുക്ക്? 62,500 ഇൻറ്റു 100 പ്ലസ് 4 എന്ത് കിട്ടും? 104/100 റൈസ് ടു 3. കണ്ടോ? അപ്പൊ ഇതേപോലെ കിട്ടി. ഇനിയിപ്പോ അടുത്ത ഡൗട്ട് എന്താന്ന് വെച്ചാൽ 104/100 റൈസ് ടു 3 അതെങ്ങനെ എഴുതേണ്ടുള്ളത്? റൈസ് ടു 3 എന്ന് വെച്ചാൽ എന്താണ്? ഇത് 3 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് എഴുതാം 62,500 ഇൻറ്റു ഇത് 3 തവണ എഴുതണമല്ലോ. അപ്പൊ 104/100 ഇൻറ്റു 104/100 ഇൻറ്റു 104/100. ഓക്കെ, അങ്ങനെ നമ്മൾ 3 തവണ എഴുതി. ഇനി നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് ഇതിനൊന്ന് ചെറുതാക്കി എഴുതാം കേട്ടോ. അപ്പൊ ഇവിടെ 2 zeros ഉണ്ട്. ഈ 2 സീറോയും കൂടി തമ്മിൽ ക്യാൻസൽ ആയി പോയി. അടുത്ത നോക്കിയപ്പോ 6 to 5 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതേ 5 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാലോ. ഇവിടെ 5 2s are 10, 20. ഇവിടെ നമുക്ക് 5 കൊണ്ട് ചെയ്യുമ്പോൾ 5 1s are 5, 1, 5 2s are 10, 2, 5 5s are 25. വീണ്ടും നമുക്ക് 5 കൊണ്ട് ഇതിനെയും കൂടി ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 4s are 20, 5 2s are 10, 25. ഇനി നമുക്ക് 4ഉം 25ഉം കൂടി കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് 25ഉം 100ഉം കൂടി നമുക്ക് കട്ട് ചെയ്യാലോ അല്ലെ? പിന്നെ ഇനി ചില കുട്ടികൾ ഒരു തെറ്റ് പറ്റിച്ചു വയ്ക്കും. എന്താണെന്ന് അറിയാവോ? ഈ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കട്ട് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യല്ലേ. നമ്മൾ എപ്പോഴും ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ വേണം ചെയ്യാനായിട്ട്. തെറ്റിപ്പോകല്ലേ ആർക്കും? ഓക്കെ, അപ്പൊ നമുക്കിനി 25ഉം 100ഉം കട്ട് ചെയ്യാം. കാരണം 25 ഇൻറ്റു 4 ആണ് 100 എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ അവിടെ കട്ട് ചെയ്തു. ഇനിയിപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാലോ അല്ലെ? അപ്പൊ നമുക്ക് 4 2s are 8. അപ്പൊ ഇവിടെ 2 കിട്ടും. 6 4s are 24. അപ്പൊ അവിടെ എന്താ കിട്ടിയത്? 26 എന്ന് കിട്ടിയില്ലേ? അതേപോലെ ഈ 4 കൊണ്ട് 104നെയും കട്ട് ചെയ്യാലോ നമുക്ക്. എന്ത് കിട്ടും? 4 1s are 4, 4 2s are 8, 9 10 2 ബാലൻസ് ഉണ്ട്. അപ്പൊ 6 4s are 24. ഇനി ഇങ്ങനെ ഒറ്റയടിക്ക് കട്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്ത മക്കൾസ് ഇതേപോലെ 4ന്റെ ടേബിൾസിൽ 104 ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ? അപ്പൊ ഇവിടെ 2 കിട്ടും. 24 നമുക്കറിയാം 6 4s are 24 ആണെന്ന്. കണ്ടോ? ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് ആ 26 എടുത്ത് ഇവിടെ എഴുതി വെച്ചാലും മതി. അപ്പൊ ഒറ്റയടിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്ത മക്കൾസ് എപ്പോഴും ഇങ്ങനെ ഡിവിഷൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി എഴുതി വെച്ചു. ഇനി ബാലൻസ് നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം. 104 ഇൻറ്റു
26 into 26. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയത്. ഓക്കെ, കാരണം ദേ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ആകെ ന്യൂമറേറ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്തൊക്കെയാണ്? 104 into 26 into 26. ഇനി എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? കോമ്പൗണ്ട് ആയി അല്ലേ? സോറി, എമൗണ്ട് ആയി. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആയി ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടിയത്? 70304 എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയത്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ, CI is equal to, നമുക്ക് ഫോർമുല അറിയാം. എന്താ നമ്മുടെ ഫോർമുല? A minus P. അപ്പൊ A minus P. അപ്പൊ ഫോർമുല എന്തായിരുന്നു? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എമൗണ്ട് എന്ന് പറയുന്നത് 70304 മൈനസ് പ്രിൻസിപ്പൽ എത്രയായിരുന്നു? 62500. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നതെന്ന് നോക്കാം. 70304 മൈനസ് 62500, then 408.7. ഓക്കെ, അപ്പൊ നമുക്ക് മൈനസ് ചെയ്തപ്പോ എത്രയാ കിട്ടിയത്? 7804 റുപ്പീസ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈസി അല്ലായിരുന്നോ ചെയ്യാനായിട്ടും? അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. Rupees 8,000 for 1 year at 9% per annum compounded half yearly. ഇവിടെയും നമുക്ക് എന്താ തന്നിരിക്കുന്നത്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ ഞാൻ പറഞ്ഞു തന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഫ് ആക്കും, ടൈമിനെ നമ്മൾ ഡബിൾ ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്കൊന്ന് എഴുതാം. പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു റുപ്പീസ് 8,000 ആൻഡ് ദെൻ ടൈം ഈസ് ഈക്വൽ ടു 1 ഇയർ. അതിനെ ഡബിൾ ആക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്താൽ മതി? 1 into 2. ഇനിയിപ്പോ ഇങ്ങനെ 1 into 2 എന്ന് ചെയ്യാൻ ഡബിൾ ആക്കാൻ പറഞ്ഞ് ഇങ്ങനെ 1 + 1 എന്ന് എഴുതിയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 1 into 2 is equal to 2. അടുത്തത് എന്താണ്? റേറ്റ് അല്ലേ? റേറ്റ് എന്ന് പറയുന്നത് 9% ആണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പകുതി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതിയെന്ന്. അപ്പൊ 9/2 ഇയേഴ്സ്. ഇനി നമുക്ക് നേരെ എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? P into 1 plus R/100 raised to n. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ P എത്രയാണ്? 8,000 into 1 plus R എത്രയാണ്? 9/2. അപ്പൊ 9/2 ഇവിടുത്തെ 100, അപ്പൊ into 100 റൈസ് ടു n എത്രയാണ്? 2 ഇയേഴ്സ് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം 2 ഇയേഴ്സ്. സോ നമുക്ക് എഴുതാം റൈസ് ടു 2. അപ്പൊ ഇതേ ഞാൻ വാല്യൂ എല്ലാം നമ്മുടെ ഫോർമുലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. 8,000 into 1 plus 9/2 into 100 എത്രയാണ്? 200 റൈസ് ടു 2. ഓക്കെ, ഇനി അടുത്ത എന്താ? അടുത്ത പരിപാടി നമ്മുടെ LCM കാണുക. അപ്പൊ നമുക്ക് എഴുതാം 8,000 into ഇവിടുത്തെ LCM എന്തായിരിക്കും? 200 ആയിരിക്കും അല്ലേ? കാരണം ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. ഇവിടെ അടിക്ക് 1 ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ 1ഉം 200 ആകുമ്പോൾ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. സോ നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ 1ന്റെയും 200ന്റെയും LCM 200 ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ 1നെ ചേഞ്ച് ചെയ്ത് നമ്മുടെ LCM ആയ 200 മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെയും നമ്മൾ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെയും 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 1 into 200 plus 9/2 200 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാം 200 റൈസ് ടു 2. അപ്പൊ എന്താ കിട്ടുന്നത്? 8,000 into 200 plus 9 എത്രയാണ്? 209/200 റൈസ് ടു 2. ഇനി 209/200 റൈസ് ടു 2 എന്ന് വെച്ചാൽ എന്താണ്? 2 ടൈംസ് എഴുതി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് എഴുതാം 8,000 into
209 by 200 into 209 by 200. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടേ ബാക്കി ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ദേ ഈ 2 സീറോയും ഈ 2 സീറോയും കൂടി ക്യാൻസൽ ആയിപ്പോ. അടുത്തത് ഈ ഒരു സീറോയും ഇവിടുത്തെ ഒരു സീറോയും കൂടി എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ഈ 2 കൊണ്ട് 8നെ ക്യാൻസൽ ചെയ്യാലോ. 2 4s are 8. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. 4ന്റെ ടേബിൾസിൽ എന്തുണ്ട്, 20 ഉണ്ട്. അപ്പൊ നമുക്ക് 4 1s are 4, 4 5s are 20. അപ്പൊ ഇനി ബാലൻസ് എന്താ ഉള്ളത് ന്യൂമറേറ്ററിലെ 209 into 209 by 5 ആണ് നമുക്ക് ഇനി ബാലൻസ് ഉള്ളത്. അപ്പൊ 209 into 209 ചെയ്യുമ്പോഴത്തേക്ക് 43681 എന്ന് കിട്ടും by 5. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താണ്, നമ്മൾ ഡിവിഷൻ ചെയ്ത് ആൻസർ കണ്ടെത്തണം. അപ്പൊ ഡിവിഷൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യുന്നതിന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 43681 by 5. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 43681 നമ്മൾ 5 കൊണ്ട് ചെയ്യാൻ പോവുക അല്ലേ. അപ്പൊ 5 8s are 40, മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. അടുത്തത് 6 ഉണ്ട്, ഇങ്ങോട്ട് അടുത്ത് എഴുതി. അപ്പൊ 36 ആണ് അല്ലേ. അപ്പൊ 7 5s are 35. അപ്പൊ നമുക്ക് ഇവിടെ 1 ബാലൻസ് കിട്ടി. അടുത്ത ഏതുണ്ട് 8. അപ്പൊ 5 3s are 15. അടുത്ത എന്തുണ്ട് 3 ഉണ്ട്. അടുത്ത ഇനി എന്താ ഇറക്കാനുള്ള താഴോട്ട് 1 ഉണ്ട്. നമുക്കറിയാം 6 5s are 30 ആണെന്ന്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. അപ്പൊ നേരെ എന്ത് ചെയ്യണം, നമുക്ക് റിമൈൻഡർ വേണ്ട, നമുക്ക് പോയിന്റ് ഇട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം 5 2s are 10 ആണെന്ന്. അപ്പൊ ഇവിടെ 10, ഇവിടെ താഴെ 10 എന്ന് എഴുതുമ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ, അതായത് 10 ആയിരുന്നു, ഇവിടെ താഴെ 10 എന്ന് എഴുതുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. അപ്പൊ റിമൈൻഡർ 0 ആയല്ലോ. അപ്പൊ നമുക്ക് ഇനി എടുത്ത് എഴുതാം. എന്താ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 8736.2 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി എടുത്ത് എഴുതി തരാം. കൂടെ ഒന്ന് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതട്ടെ. 43681 by 5 is equal to നമുക്ക് കിട്ടിയ ആൻസർ എത്രയായിരുന്നു 8736.2 റുപ്പീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇതായിരുന്നു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് പി. ഇനിയിപ്പോ എമൗണ്ട് എത്ര കിട്ടിയത് 8736.2. ഇനി നമ്മുടെ പ്രിൻസിപ്പൽ, സോറി ഞാൻ എ മൈനസ് ഐ എന്ന് എഴുതി വെച്ചു. എ മൈനസ് ഐ അല്ല കേട്ടോ, എ മൈനസ് പി. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്, എ മൈനസ് പി. അപ്പൊ എമൗണ്ട് എത്രയാണ് 8736.2 മൈനസ് പ്രിൻസിപ്പൽ എത്രയാണ് 8000 അല്ലേ. ഇനിയിപ്പോ നമുക്ക് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് 736.2 റുപ്പീസ്. കിട്ടി നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കണ്ടോ, അപ്പൊ ഈസി അല്ലായിരുന്നോ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ₹10,000 for 1 year at 8% per annum compounded half yearly. ഇവിടെയും കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു ₹10,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് 8%. ഹാഫ് ഇയർലി ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പകുതി കണ്ടുപിടിക്കണം. അത് എത്രയാണ് 4%. ഇനി ടൈം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഫോർ 1 ഇയർ എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 ഇയർ ആണ്. 1 ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഇയർലി ആയതുകൊണ്ട് ടൈമിന്റെ ഡബിൾ എടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 1 into 2 is equal to 2 year. കണ്ടോ. ഇനി അടുത്തത് നമ്മുടെ ഫോർമുല എഴുതുക. എന്താണ് നമ്മുടെ ഫോർമുല, എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റൈസ് ടു n. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പൊ ഇതിനകത്തോട്ട് ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ പി എന്ന് പറയുന്നത് 10,000 ആണ്. 1 പ്ലസ് ആർ എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ്.
അപ്പൊ 4/100 റൈസ് ടു n എന്ന് പറയുന്നത് എത്രയാണ് 2. ഇനി ഇത് നമുക്ക് നേരെ അങ്ങ് സോൾവ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? LCM തന്നെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. കാരണം എന്താണ്, ഇവിടെ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. സോ നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. അപ്പൊ ഇവിടെ 1 ഉണ്ട്, LCM എന്താ വരുന്നത് 100. അപ്പൊ നമുക്ക് 1 into 100 ഇവിടെ into 100. അപ്പൊ എത്ര കിട്ടും? 100 plus 4/100. എപ്പോഴും ഓർത്തണം 1 ഉം 100. അപ്പൊ എന്താ LCM 100. അല്ലായിട്ട് ചെയ്ത് നോക്കാനൊന്നും നിൽക്കരുത്. അപ്പൊ റൈസ് ടു എന്താണ് 2. നമുക്ക് എങ്ങനെ എഴുതാം? is equal to 10,000 into എന്താണ് 100 plus 4 എന്ന് വെച്ചാൽ എന്താ 104/100 റൈസ് ടു. പിന്നെ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ആകെ തെറ്റിപ്പോണ എന്താണെന്ന് അറിയാം. ഇങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് ഈ 2നെ നിങ്ങളങ്ങ് മറന്നു കളയും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ട് സ്റ്റെപ്പ് എഴുതി വരുമ്പോഴത്തേക്ക് ആരെ കാണത്തില്ല, ഈ 2നെ കാണില്ല. അപ്പൊ എന്ത് പറ്റും? തെറ്റിപ്പോവും. അപ്പൊ ആ 2നെ ആരെയും കാണാതിരിക്കരുത് കേട്ടോ. അപ്പൊ റൈസ് ടു 2. ഇനി ഇവിടെ റൈസ് ടു 2 എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ 104/100നെ 2 times എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10,000 into 104/100 into 104/100. കണ്ടോ? ഇപ്പൊ ഈസി ആണല്ലോ. ഇത് കട്ട് ചെയ്തു, ഈ 2 സീറോസും തമ്മിൽ കട്ട് ചെയ്തു, ഈ സീറോസും ഈ സീറോസും കൂടി കട്ടായി പോയി. ഇനിയിപ്പോ ബാലൻസ് എന്തേ ഉള്ളൂ ന്യൂമറേറ്ററില് 104 into 104. ഓക്കെ, അപ്പൊ ഇപ്പം ന്യൂമറേറ്ററിൽ 104 into 104 ഉള്ളു അല്ലേ. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം 104 into 104. എത്ര കിട്ടും? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10816 rupees എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ എന്ത് കണ്ടുപിടിച്ചു? എമൗണ്ട് കണ്ടുപിടിച്ചു. കണ്ടോ, നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ന്യൂമറേറ്ററിൽ ആകെ ഇത് 2 ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ 104 into 104 മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കണം. ഞാൻ കാണിച്ചു തരാം എന്താ കാരണം എന്ന് അറിയാവോ? ഈ ഇടയ്ക്ക് സീറോസ് വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇൻറ്റു ചെയ്യാനായിട്ട് അറിയില്ല. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, നോക്കിയേ 4 4s are 16 1. ഇനി നോക്കിയേ 4 zeros are എന്താണ് 0 ആണ്. ഇനി ഇവിടെ ബാലൻസ് എന്തുണ്ടായിരുന്നു 1. അപ്പൊ അത് നമുക്ക് ഇവിടെ അടുത്ത് എഴുതി വെക്കാം. അടുത്ത 4 1s are 4. ഓക്കെ, ഇനി അടുത്തത് 0 into 4 എന്ത് കിട്ടും? 0. 0 into 0 0. 0 into 1 0. ഓക്കെ, അടുത്തത് ഇനി അടുത്ത 1 കൊണ്ടല്ലേ. അപ്പൊ 1 into 4 എന്താണ് 4. അടുത്തത് 1 into 0 0. കണ്ടോ ചെയ്തത്? അടുത്ത 1 into 1 1. ഓക്കെ, ഇനി അടുത്ത 6. 1 plus 0 എന്താണ് 1. 4 plus 4 എന്താണ് 8. 0 plus 0 എന്താണ് 0 1. കണ്ടോ? അപ്പൊ ഇതേപോലെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 10816 rupees എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. അപ്പൊ നമുക്ക് എഴുതാം A minus P is equal to എമൗണ്ട് എത്രയായിരുന്നു 10816 മൈനസ് പ്രിൻസിപ്പൽ എത്രയായിരുന്നു 10,000 rupees അല്ലേ. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 816 rupees. ക്ലിയർ? അപ്പൊ ഈസി ആണല്ലേ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് 3 എണ്ണവും ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടുള്ളത്? നമ്മൾ 2 ഫോർമുലാസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? എമൗണ്ട് ഈസ് ഈക്വൽ ടു P into 1 plus R by 100 raised to N. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. ക്ലിയർ? പിന്നെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് കണ്ടാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടുള്ളത്? റേറ്റിനെ നമ്മൾ ഹാഫ് ആക്കണം, ടൈമിനെ നമ്മൾ ഡബിൾ ആക്കണം. ക്ലിയർ ആണേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ എന്താണ്, ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.